അപ്പോൾ ഇവിടെ ഇത്രയും വാഴയും അതുപോലെ തന്നെ പയറും സംഭവമൊക്കെ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പടരണ ടൈപ്പ് പയറാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ പയർ അതേ കൂടെ അച്ചായ വന്നിട്ടുണ്ട്. അവിടെ മേളിലൊരു പൂവമ്പാഴ കൊലച്ചിപ്പുണ്ട്. മൂത്തൊന്ന് നോക്കിയിട്ട് നമുക്ക് അതും കൂടെ വെട്ടിയെടുക്കാം. അതെ നല്ല ഒന്നാന്തരം കൊലയാണ് മൂത്തത്. മൂത്ത് പൊട്ടി. കൊണ്ട് കൊടുക്കണം, വൈകുന്നേരം കൊടുക്കാം. ഇവിടെയൊക്കെ ഫുള്ള് കാടായിട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ മൊത്തം പൂവമ്പാഴയും റോബസ്റ്റും അതുപോലെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പോവാണ്. ഈ എന്തോരം കൊല ചുമ്മാ ഉണ്ടായിരുന്നു. ഈ തോട്ടത്തിട്ട് കയറാണ്ട് ഇവിടെ അവിടെയൊക്കെ കൊല ഉണ്ടായി കിടക്കുക. ഇവിടെ ഒരു കുടപ്പനും ഉണ്ടായിട്ടുണ്ട്. അത് കാര്യം പറഞ്ഞ് ഞങ്ങൾ വെട്ടിയെടുത്തെങ്കിൽ ചിറ്റയ്ക്ക് വേണമെന്ന് ചോദിക്കാറുണ്ട്. അത് നല്ല കൊലയാണെന്ന് തോന്നുന്നു. ഞാൻ പിടിക്കണോ? ഇത് പിടിക്കാനുള്ള പറ്റില്ല, ചെറുതാ. കാണിച്ചേ. ഉണ്ട് 5 കിലോ വേണ്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മേ വീണി എത്താനപ്പം. ഇത് പൂവമ്പഴയല്ലേ ചാ? ഇതേണ്ടോ കായൊക്കെ പൊട്ടിയിട്ടോ? അതുണ്ടോ? ഇത് നമുക്ക് പഴിപ്പിച്ചില്ല കാര്യം പറഞ്ഞാൽ. അതിൽ നിന്ന് ഏതൊക്കെ വാഴ പിരിക്കാൻ നല്ലത്? ഏതൊക്കെ വാഴ പിരിക്കാൻ കൊള്ളാം? ഇല്ലേ? നിൽക്കണേ. പിന്നെ ഇപ്പുറത്തേലോ പിരിക്കാൻ പറ്റില്ല? അതിൻ്റെ അപ്പുറത്തോ? അതിനകത്തും ഇല്ലാന്ന്. അപ്പോൾ കൊല മെച്ചായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് വേണം. അതേ സൂപ്പർ കൊലയാണ്ടോ. ഇത് 2 കാ പൊട്ടി, 3 പൊട്ടിയിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ഇനിയിപ്പോൾ നമുക്കിത് മേടിക്കണം. ഏത്തക്കൊല കുറേ മേടിക്കാനുണ്ട്. വേണ്ട ചെത്തിമണിക്ക് സെറ്റപ്പാക്കിയപ്പോഴത്തേക്കും വാഴത്തോട്ടം നല്ല അടിപൊളിയായിട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ സെറ്റപ്പ് ചെയ്യണം നമുക്ക്. പിന്നെ കുറച്ച് ചീരയും പാവൽ വിത്ത് അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നടാനുണ്ട്. അപ്പോൾ അതിവിടെ ചാണാനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചാണാനൊക്കെ ഇതിലിട്ടിട്ടുമുണ്ട്. ഉണ്ടോ?